ചെയ്തതല്ലേ ചാക്കോച്ചൻ? ആ നിലയ്ക്ക് ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. ചാക്കോച്ചൻ അത് ചെയ്യിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കും അത് തോന്നാഞ്ഞിട്ടല്ല അച്ചോ, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? നീ എന്നെ കേൾക്കാൻ നിൽക്കടാ തോമ, പോ അപ്പുറത്ത്. അച്ചോ, ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് എത്തപ്പാനും റീത്തയ്ക്കും ആയിരുന്നു നിർബന്ധം. അതെന്താ? ആ പെണ്ണിനെ പീറ്റർ ചവിട്ടിക്കൊന്നതാ അച്ചോ. ചാക്കോച്ചൻ എന്താ ഈ പറയുന്നത്? അതാണച്ചോ സത്യം. വകതിരിവില്ലായ്മ കാണിച്ചെങ്കിലും പീറ്റർ ഒരു ക്രിസ്ത്യാനിയായി പോയില്ലേ. അച്ഛനോട് കാണിച്ച കടുംകൈക്ക് ദൈവം അവന് ശിക്ഷ കൊടുത്തോളും. പിന്നെ നമ്മളായിട്ട് അവനെ കഴുമരത്തെ കയറ്റണം. പോലീസ് ഇൻസ്പെക്ടറുടെ കാല് പിടിച്ചാണ് ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത്. ഏതായാലും കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു മനസാക്ഷിയുടെ പ്രശ്നമില്ലേ ചാക്കോച്ച? മനസാക്ഷിക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു കുടുംബത്തിന്റെ മാനമാണ് നമ്മൾ രക്ഷിച്ചത്. ഞാനൊരു കാര്യം പറയാം. അച്ഛൻ ഒരു മാസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കൊച്ചുപള്ളിയിൽ അച്ഛൻ വന്ന് ഞായറാഴ്ച കുർബാന ചെല്ലാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലീസ് ആത്മഹത്യ ചെയ്തതോ കൊല ചെയ്യപ്പെട്ടതോ അതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. ഹലോ, ഡിവൈഎസ്പിയുടെ ഓഫീസല്ലേ? ഞാൻ ഫാദർ ജെയിംസ് ആണ്. ഞാൻ കുറുപ്പാണച്ചോ. അച്ഛൻ IG-യുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വിളിക്കണോ? ഓ വേണ്ട. ഇവിടെ ഒരു മരണം നടന്നു. ആത്മഹത്യയാണെന്ന് കണക്കാക്കി ശവം മറവ് ചെയ്തു. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അച്ഛൻ നേരിട്ട് വന്ന് അദ്ദേഹത്തോട് പറയുന്നതാണ് നല്ലത്. ഞാൻ നാളെ രാവിലെ 10 മണിക്കുള്ള വണ്ടിക്ക് അവിടെ വരാം. ചേട്ടൻ അവിടെ കോൺഫറൻസ് ഹാൾ കാണുമല്ലോ? ശരി, നാളെ കാണാം. അച്ഛനോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വണ്ടി അല്പം ലേറ്റായി പോയി. ചേട്ടന്റെ പ്രോഗ്രാം എല്ലാം തെറ്റിയോ? ഇരിക്കൂ. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. 2 ദിവസമായി ഡിസ്ട്രിക്ട് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ തിരക്കുകൊണ്ടാ അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. ഓ, അത് സാരമില്ല. IG സ്ഥലത്തുണ്ടല്ലേ? ഇല്ല, ഇന്നലെ പോയി. DG ഉണ്ട്. ഇന്ന് വൈകുന്നേരം കൊണ്ട് കോൺഫറൻസ് തീരും. ആട്ടെ, മുറിവെങ്ങനെ ഇരിക്കുന്നു? ഓ, ഒരു ചെറിയ മുറിവ്, നോട്ട് സീരിയസ്. എന്നെ പോലെ പോലീസിൽ ചേർന്നിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്നു. ആട്ടെ, എന്താ സംഭവം? അവിടെ ഒരു ആത്മഹത്യ നടന്നു. അത് ആത്മഹത്യയല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോ പോസ്റ്റ്മോർട്ടം നടത്താതെ ജഡം മറവ് ചെയ്തു. മഹസർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്ന് തന്നെയായിരുന്നു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഞാൻ നാളെ കാലത്ത് അവിടെ വരാം. നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാടുകളും ചെയ്യാം. ഇതേപ്പറ്റി കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് വിശദമായി നാളെ അവിടെ വെച്ച് പറഞ്ഞാൽ പോരെ? ഓ, ചേട്ടനിപ്പോ കോൺഫറൻസ് ഉണ്ടല്ലോ. അപ്പോ നാളെ അവിടെ വെച്ച് പറയാം. അച്ഛൻ ഇന്ന് പോകുന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം. അത് വേണം. ഇവിടം വരെ ഞാൻ വന്ന സ്ഥിതിക്ക് വീട്ടിൽ പോയി അമ്മയെ കൂടെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ. നമുക്ക് നാളെ കാണാം.
കൊല്ലാൻ. സാർ, ഇതാണ് പള്ളിയിലെ കൈക്കാരൻ ചാക്കോച്ചൻ. നമസ്കാരം. അച്ഛൻ എവിടെ? ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഞാൻ ഇവിടുത്തെ കപ്പ്യാരാന്നേ. ബസ് കിട്ടി കാണില്ലേ? അച്ഛൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? വേണമെന്നില്ല ഡോക്ടർ, നമുക്ക് ആരംഭിക്കാം. ശരി. അച്ഛൻ വന്നു ചേർന്നുകൊള്ളും. എവിടെയാണ് സ്മിത്തേരി? അപ്പുറത്താ. എല്ലാരും വരൂ. Come on. ചാക്കോച്ച, പീറ്ററെ പറ്റി അറിയാവുന്ന വിവരങ്ങളൊക്കെ പറയൂ. അവനിവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം മുൻകോപിയും എടുത്തിയാട്ടക്കാരനുമാണ്. എന്നാലും ഒരു കൊലപാതകം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീറ്റർ അല്ലെങ്കിൽ പിന്നെ മറ്റാരെയാണ് ചാക്കോച്ചൻ സംശയിക്കുന്നത്? എനിക്ക് ആരെയും സംശയമില്ല സാറേ. ചാക്കോച്ചൻ ഈ ഇടവകയിലെ ഏറ്റവും വലിയ ആളാണ്. ആ നിലയ്ക്ക് ഈ കേസ് അന്വേഷണത്തിന് ഞങ്ങളെ സഹായിക്കേണ്ട കടമ ചാക്കോച്ചനില്ലേ? ഉണ്ട് സാറേ. കണ്ണിൽ കണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ. നിന്റെ നാവ് അസത്യം പറയുന്നുവെങ്കിൽ അത് പിഴുതു കളയുക എന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? ഓൾറൈറ്റ്. ഇനി ഈ കേസ് അന്വേഷണത്തിൽ ചാക്കോച്ചന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായിരിക്കും. എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. എന്നേ മറ്റേ സാറേ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാറ് എവിടെയാ താമസിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സാറ് എന്റെ സഹായം ആവശ്യപ്പെട്ടല്ലോ. ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു എളിയ സഹായമാണെന്ന് കരുതിയാൽ മതി. ശരി, അങ്ങനെ ആകട്ടെ. ഇവിടെ വരുന്ന എല്ലാ വലിയ ആളുകളും എന്റെ സാറിന്റെ ജോലി നടക്കട്ടെ. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. ഞാൻ ചെന്ന് ഔട്ട് ഹൗസ് ശരിപ്പെടുത്തി വയ്ക്കാം. ഞാൻ വരട്ടെ? ശരി. എന്താ പേര്? അശ്വതി. ജോലി? അധ്യാപികയാണ്. എടാ തോമ, ആ പെണ്ണിനെ ചോദ്യം ചെയ്യാനല്ലേ വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്? അത് കഴിഞ്ഞ് അവർ നിന്നെയും ചോദ്യം ചെയ്യും. തല്ലി അടിക്കുക ചെയ്യോ മുതലാളി? എന്തിന്? നിനക്കറിയാവുന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് പറയണം. മടിക്കണ്ട, പറയൂ. അത് പറയാൻ എനിക്ക് വിഷമമുണ്ട് സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് കേസ് അന്വേഷണമാണ്. സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. പറയൂ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഇടപാട് സംബന്ധിച്ച് അച്ഛനെ കാണാൻ ഒരു ദിവസം കാലത്ത് ഞാൻ ഈ മേടയിൽ വന്നിരുന്നു. നീ വിഷമിക്കാതെ ആലി, സമാധാനപ്പെടൂ. എന്ത് സമാധാനിച്ചു? ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ എന്റെ അമ്മ തല തല്ലിച്ചാവും. ചേട്ടൻ വീടിന് തീ വെച്ചു. അങ്ങനെ ഉണ്ടാവില്ല ആലി. അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും വെച്ചു.
അശ്വതി ഇത് നേരിട്ട് കണ്ടതാണല്ലേ? അതെ. അച്ഛനും മാലീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് അശ്വതിക്ക് തോന്നിയോ? തോന്നി. അശ്വതിയും പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. എന്ന് വെച്ചാൽ? വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ഐ സി. ആ, അശ്വതി പൊയ്ക്കൊള്ളൂ. റുപ്പേ, സാർ, അശ്വതി പറഞ്ഞത് കേട്ടോ? കേട്ടു. പീറ്ററെ രക്ഷിക്കാൻ അവൾ നുണ പറയാം സാർ. മനഃപൂർവ്വം അവൾ നുണ പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല. സാർ, ആ പെണ്ണിന്റെ വാക്ക് കേട്ട് അച്ഛനെ സാർ സംശയിക്കണം. അദ്ദേഹം സാറിന്റെ സഹോദരനാണ്. റുപ്പേ,